വണക്കം ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്ന് നൈറ്റ് ഡിന്നറിന് വേണ്ടിയിട്ട് ഞാൻ പുട്ടും ഫ്രൈഡ് പ്രോൺസ് റോസ്റ്റും ആണ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചത് കേട്ടോ. അപ്പോൾ എന്നിങ്ങനെ ഞാൻ മെനക്കെടുക്കില്ല, വല്ലപ്പോഴും ഒരു മൂടൊക്കെ വരുമ്പോഴാണ് ഇതൊക്കെ ഞാൻ ചെയ്യുന്നതും. അപ്പോൾ പുട്ടിനുള്ള മാവൊക്കെ കുഴച്ച് വെച്ചതിന് ശേഷം ഞാൻ പ്രോൺസിൽ മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പ് ഇട്ട് മാഗ്നേറ്റ് ചെയ്ത് വൈകുന്നേരം ഞാൻ ഫ്രിഡ്ജിൽ വെച്ചിരുന്ന കേട്ടോ. രാത്രി ഇത് ഉണ്ടാക്കാം. ഞങ്ങൾ പ്രോൺസിൻ്റെ തലയും കൂടെ എടുക്കും, അതാണ് ഇതിൻ്റെ ടേസ്റ്റും കൂടെ. അപ്പോൾ അത് ഫ്രൈ ചെയ്യുന്ന സമയം കൊണ്ട് നമ്മൾ സവാള, പച്ചമുളക്, തക്കാളി എല്ലാം കട്ട് ചെയ്ത് വെച്ചു. ആ പാനിൽ തന്നെ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് കടുക് പൊട്ടിച്ചതിന് ശേഷം ഞാൻ സവാളയും പച്ചമുളകും ഇട്ട് വഴറ്റി, അത് വഴന്ന് വന്നതിന് ശേഷമാണ് ഞാൻ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇട്ടത്. അതിൻ്റെ പച്ച സ്മെല്ല് മാറുന്നവരെ നല്ലതുപോലെ വഴറ്റണം. ഒരു സൈഡ് വാക്കിൽ ഞാൻ പുട്ടും കൂടെ ഉണ്ടാക്കുന്നുണ്ട്, ചിരട്ടപ്പുട്ടാണ് ഞാൻ ഉണ്ടാക്കുന്നത്. അതിനുശേഷം അതിൻ്റെ സ്മെല്ലൊക്കെ പോയതിന് ശേഷം ഞാനിതിൽ മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, ഗരം മസാല, ശകല ഏലക്ക പൊടി ഇട്ട് മസാലയുടെ പച്ച സ്മെല്ല് മാറിയതിന് ശേഷം 2 സ്പൂൺ വിനീഗർ ഒഴിക്കുക. അതിനുശേഷം തക്കാളി ഇടുക. തക്കാളി ഇട്ടിട്ട് നമ്മളത് അടച്ചു വയ്ക്കണം. അപ്പോൾ അതിൻ്റെ സ്മെല്ലും കൂടെ അതിൻ്റെ നല്ലതുപോലെ വെന്ത് അതിൻ്റെ പച്ച സ്മെല്ല് മാറിയതിന് ശേഷം ഞാൻ ഫ്രൈ ചെയ്ത് വെച്ചിരുന്ന പ്രോൺസ് ഇട്ട് കൊടുത്തു. ഈ ഡ്രൈ ആക്കി ഇങ്ങനെയും കഴിക്കാം. ഞാൻ പുട്ടിൻ്റെ കൂടെ കഴിക്കുന്നതുകൊണ്ട് ഞാൻ ശകല വെള്ളം കൂടെ ഒഴിച്ചു കേട്ടും. അത് വെള്ളം കുറുകി വരുമ്പോഴത്തേക്ക് ലാസ്റ്റ് നമ്മൾ പെപ്പർ പൗഡർ കൂടെ ഇട്ടിട്ട് കരിവേപ്പിലയും കൂടെ ഇട്ടിട്ട് ഇറക്കണം. കരിവേപ്പില ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ ഇടാത്തത്. ഈ സ്റ്റേജ് ആകുമ്പോൾ നമ്മൾ ഇറക്കാം കേട്ടോ. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അടിപൊളി റോസ്റ്റാണ് കേട്ടോ. താങ്ക്സ് ഫോർ വാച്ചിങ്.